യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ആൻഡ് ഓൾസോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. അതുപോലെ ഹൈപ്പ് എന്ന് പറയുന്ന നമ്മളുടെ പുതിയ ഓപ്ഷൻ വന്നിട്ടുണ്ട് കമന്റ് ബോക്സിൽ. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം, അധികം വലിച്ചു നീട്ടാതെ. സത്യങ്ങൾ പലതും പുറത്തേക്ക് വരുന്നു. ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത്ര നിസാരമല്ല. ഓക്കെ, ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സ്പിരിറ്റ് ഗൈഡ്സിന്റെ എനർജി നോക്കുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സന്റെ എനർജി കംപ്ലീറ്റ് ആയിട്ട് കോൺസെൻട്രേഷൻ ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ ഈ നിങ്ങളുടെ പേഴ്സണ് വന്നിരിക്കുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, അങ്ങനെ അവർ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എനർജി വേരിയേഷൻസ് ആണ്, എനർജിയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനായിട്ടും കാണുക. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഈ ഒരു ലൈൻ നമുക്ക് ലാസ്റ്റ് എടുക്കാം. ഫസ്റ്റ് ഈ ഒരു സെക്ഷൻ നമുക്ക് എടുക്കാം. ഓക്കെ, അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് എനർജി തന്നെ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. 8 ഓഫ് കീസ് ആണ്, അതായത് ദ മാസ്റ്റർ ആർട്ടിസൻ ആണ്. തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സൺ വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിട്ട് കാണിക്കുന്നുണ്ട്. അതിപ്പോ എന്ത് ജോലി ആയിക്കോട്ടെ, ഇപ്പൊ പഠിച്ചിട്ടുള്ള ജോലി ആയിരിക്കാം, ഡോക്ടർ, എഞ്ചിനീയർ, അല്ലെങ്കിൽ ബിസിനസ്മാൻ ആയിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പൊ സാധാരണ ജോലി, സാധാരണക്കാർ ചെയ്യുന്ന ജോലിയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്ത് ജോലിയാണെങ്കിലും വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഇതായിട്ടാണ്, അങ്ങനത്തെ ഒരു പേഴ്സൺ ആയിട്ടാണ് കാണിക്കുന്നത്. ആരുടെയും ഒന്നും ഔദാര്യത്തിന് വേണ്ട, അല്ലെങ്കിൽ ആരുടെയും ഒന്നും എനിക്ക് വേണ്ട, എനിക്കുള്ളത് ഞാൻ ഉണ്ടാക്കിയെടുക്കും, അല്ലെങ്കിൽ എനിക്കുള്ളത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയെടുക്കും, ഞാൻ തന്നെ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരും, എൻ്റെ ലൈഫിന് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അർത്ഥം കൊണ്ടുവരാൻ ഞാൻ പരിശ്രമിക്കും, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യും. അങ്ങനെ ഒരു മെന്റാലിറ്റിയാണ് ഈ വ്യക്തിക്കുള്ളത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലും ഈ പേഴ്സണ് മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്നും ഒരു എന്താ പറയുക, സാമ്പത്തിക സഹായം അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള സഹായങ്ങളൊന്നും തന്നെ ഈ പേഴ്സൺ മേടിക്കത്തില്ല, അല്ലെങ്കിൽ ഈ പേഴ്സൺ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് പറയാൻ ഉള്ള എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ വളരെയധികം നിങ്ങളിലേക്ക് എത്തിപ്പെടുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് പ്രൈവസി ആയിട്ട് ജീവിക്കാൻ വേണ്ടി ഒരു വീട് വേണോ ഇരിക്കാം, സ്വന്തമായിട്ടൊരു വീട്. അത് ചിലപ്പോൾ ഈ പേഴ്സൺ ജോലി ചെയ്യുന്ന സ്ഥലത്തായിരിക്കാം, അല്ലെങ്കിൽ നാട്ടിലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് മാറാന്നായിരിക്കാം. അങ്ങനത്തെ ഒരു ചിന്താഗതിയോട് കൂടിയൊക്കെ ഈ പേഴ്സൺ നിൽക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്താ പറയുക, കംപ്ലീറ്റ്ലി ഒരു ചുരുക്കി പറയുകയാണെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ കാര്യത്തിൽ ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു മനോഭാവമാണ് ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ വന്നിട്ടുള്ളത്. ചിലപ്പോൾ ഇത്രയും കാലം വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം ഈ പേഴ്സൺ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ടോ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായി? അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ പേഴ്സൺ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, എന്തൊക്കെ സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ അതെല്ലാം തന്നെ കൊണ്ടുവന്ന് അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയെടുക്കാനും, ഒരു അടിത്തറ ഉണ്ടാക്കിയെടുക്കാനും, പ്രൊട്ടക്ഷൻ ഉണ്ടാക്കിയെടുക്കുവാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ബിറ്റ്വീൻ വേൾഡ് ആണ്. അതായത് പാസ്റ്റ് എനർജിയിൽ നിന്നും പുറത്തേക്ക് വരാൻ ഈ പേഴ്സൺ പഠിക്കുന്നുണ്ട്. ഫ്യൂച്ചറിലേക്ക് ഈ പേഴ്സൺ ഇപ്പോൾ നോക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഈ പേഴ്സൺ ആ ഒരു പഴയ എനർജി നോക്കാനായിട്ടും ഇനി മുന്നോട്ടുള്ള കാര്യത്തെ കുറിച്ചിട്ടും ഈ പേഴ്സൺ വളരെയധികം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായോ? അതായത് ഇപ്പോ നിങ്ങൾക്കിടയിൽ മറഞ്ഞു കിടക്കുന്ന പല കാര്യങ്ങളുണ്ട്, അത് പുറത്തേക്ക് കൊണ്ടുവരണമെന്നും നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യണമെന്നും മുന്നോട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകണമെന്നും, അതിപ്പോ പ്രണയബന്ധമാകാം, ദാമ്പത്യ ജീവിതമാകാം, വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഈ വ്യക്തി ശക്തമായിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ തീർത്തും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബിറ്റ്വീൻ വേൾഡ് ആണ്. അപ്പൊ ബിറ്റ്വീൻ വേൾഡ് എന്ന് പറയുമ്പോൾ ഈ പേഴ്സൺ പല സിറ്റുവേഷനിലും നടുക്ക് നിൽക്കുന്ന ഒരവസ്ഥയായിട്ടാണ് കാണിക്കുന്നത്. കാരണം ചില സാഹചര്യങ്ങളിൽ ഈ വ്യക്തിക്ക് പുറകിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരുന്നുണ്ട്.
മറ്റു ചില സാഹചര്യങ്ങളിൽ ഈ വ്യക്തിക്ക് എന്താണ് മുന്നിലേക്ക് നോക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ രണ്ട് സ്ഥലത്തും സ്റ്റക്കായി പോകുന്നുണ്ട്. ദാറ്റ് മീൻസ് ഈ വ്യക്തിയെ പുറകിലേക്ക് വലിക്കുന്ന രീതിയിൽ എന്തോ ഒരു കാര്യം ഈ പേഴ്സൺ ആയിട്ട് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതൊരു പക്ഷെ വീട്ടുകാരുടെ സെന്റിമെന്റൽ അപ്രോച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പരമായിട്ട് എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ കഷ്ടകാലത്തിന് ഈ പേഴ്സൺ അങ്ങനെ എന്തെങ്കിലും ഏറ്റുപോയിട്ടുണ്ടാകാം, സാമ്പത്തികപരമായിട്ടൊക്കെ സഹായിച്ചോളാന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് അതിലേക്ക് മുങ്ങിപ്പോയിട്ടുണ്ടാകാം, അതിലേക്ക് വീണു പോയിട്ടുണ്ടാകാം. അപ്പൊ എന്തുകൊണ്ടോ രണ്ടിന്റെ നടുക്കാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി പറയുകയാണെങ്കിൽ ടു ദ സീ ആണ്. അതായത് ഈ പേഴ്സൺ ഇപ്പൊ ഒറ്റപ്പെട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തേക്ക് കര കയറണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയല്ല ഈ പേഴ്സൺ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളും തുറന്നു പറയണമെന്നുണ്ട്, നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി ഇപ്പോൾ ആകെ ഗ്ലൂമി ആയിട്ടും മൂഡി ആയിട്ടും ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് ആകെ ഒരു ഗ്ലൂമി, അതായത് വലിയ എന്താ പറയുക, വലിയൊരു ആക്റ്റീവ് ആയിട്ടുള്ള എനർജി ഒന്നുമില്ല. അതായത് ഒരു ഒരു തണുപ്പൻ മട്ട അല്ലെങ്കിൽ ഒരു അടഞ്ഞിരിക്കുന്ന ഒരു മട്ടിലാണ് ആളിരിക്കുന്നത്. ഓക്കെ, അതായത് ഇപ്പോൾ ചുറ്റിനുള്ള കാര്യങ്ങളൊന്നും എൻജോയ് ചെയ്യാനോ സന്തോഷിക്കാനോ അങ്ങനത്തെ മെന്റാലിറ്റി ഒന്നും ആൾക്കിപ്പോൾ ഇല്ല. മനസ്സിലായോ? ആള് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ, ജോലിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ദാറ്റ് മീൻസ് നിങ്ങളുടെ സാന്നിധ്യം ഇല്ലായ്മ അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യക്കുറവ് ഈ വ്യക്തിയെ നല്ല രീതിയിൽ തന്നെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അത് ഈ പേഴ്സൺ എവിടെയും പറയാൻ പറ്റും. ബിക്കോസ് ഈ പേഴ്സൺ ഹാപ്പി അല്ല, ബിക്കോസ് ഓഫ് നിങ്ങളുടെ ആ ഒരു ഇല്ലായ്മ തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ അത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ്. സ്വന്തമായിട്ട് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സാന്നിധ്യം സപ്പോർട്ടൊന്നും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ ഇപ്പൊ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടാകാം, മാനിഫെസ്റ്റേഷൻ എന്നിവ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകാം. പക്ഷെ നിങ്ങൾ രണ്ടുപേരും കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ അല്ല പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്ട്രഗിളിങ് തന്നെയാണ്, ഒരു കഷ്ടപ്പാട് തന്നെയാണത്. ഓക്കെ, അപ്പോൾ അത് ഈ പേഴ്സൺ നല്ല രീതിയിൽ തന്നെ അനുഭവിക്കുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ആ ഒരു ലക്ഷ്യബോധത്തിലൂടെയാണ് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ആൻഡ് ഓൾസോ ദ ബിൽഡിംഗ് ദ ബ്ലോക്സ് ആണ്. ഇവിടെ പലവരും ഈ ഒരു കണക്ഷനെ എന്താണ് പൊട്ടിച്ചെറിയാനായിട്ട്, അതായത് ഒരു മുത്തുമാല നമ്മൾ പൊട്ടിച്ചിങ്ങനെ എറിയുമ്പോൾ എന്താണ് അതിലെ മുത്തുകൾ ഇങ്ങനെ ചിന്നിച്ചിതറി ഇങ്ങനെ പല ദിശയിലേക്കും വീഴും അല്ലേ എന്ന് പറയുന്നത് പോലെ ഇവിടെ ആ ഒരു എന്താ പറയുക, ഒരു തടസ്സങ്ങൾ സൃഷ്ടിക്കാനായിട്ട്, അതായത് ഈ റിലേഷൻഷിപ്പ് ഒരു പല ഡയറക്ഷനിലേക്കും കൊണ്ടുപോകാനായിട്ട് പലവരും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നു. പക്ഷെ ഇതിൽ പലവരെയും അബൌട്ട് ദിസ് സിറ്റുവേഷൻ, അബൌട്ട് ദിസ് പീപ്പിൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ അത് മേ ബി നിങ്ങളെ ടെൻഷൻ അടിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് ആക്കണ്ട, പേടിപ്പിക്കണ്ട എന്ന് കരുതിയിട്ട്, ഭയപ്പെടുത്തണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം. പക്ഷെ എന്തുകൊണ്ടോ ഈ പേഴ്സൺ അത്തരം സിറ്റുവേഷനിൽ പെട്ട് കിടക്കുന്നുണ്ട്. ചില സമയങ്ങളിൽ അങ്ങനെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ശത്രുക്കൾ വിജയിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഫ്രസ്ട്രേഷനും കൂടി നമുക്ക് ഈ പേഴ്സണിൽ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇവിടെ ഈ പേഴ്സൺ കുറച്ചും കൂടി ഹൈ എനർജിയിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അത്രയും ടോക്സിക് ആയിട്ടുള്ള റിലേറ്റീവ്സ് ആയിരിക്കാം, കുടുംബക്കാരായിരിക്കാം, പാരന്റ്സ് ആയിരിക്കാം. അപ്പോൾ അവരുടെ ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫോഴ്സിങ് ആയിട്ടുള്ള എനർജിയിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് ഈ പേഴ്സൺ എപ്പോഴും എന്താണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണ്. അതായത് ആ ഒരു സാഹചര്യത്തിൽ നിന്നും അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ എന്താന്ന് വെച്ചാൽ പലപ്പോഴും വീട്ടിൽ പോലും ഈ പേഴ്സൺ നിൽക്കാറില്ലായിരിക്കാം. ഓക്കെ, അതിപ്പോൾ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ പേഴ്സണെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ പേഴ്സണെ സ്വസ്ഥത കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഈ പേഴ്സൺ പലപ്പോഴും എന്താണ് മാറി നിൽക്കുന്നതായിട്ട്, വീട്ടുകാരിൽ നിന്ന് പോലും അകന്ന് ആവശ്യത്തിന് മാത്രം സംസാരിച്ച് വലിയ രീതിയിലുള്ള കോണ്ടാക്ട് വെക്കാതെ നിങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചോ ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചോ ജോലിനെ കുറിച്ചോ അങ്ങനെയുള്ള ഒരു കാര്യവും പറയാതെ ഈ പേഴ്സന്റെ എനർജിയോട് കൂടി മാറി നിൽക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മാക്സിമം ഈ പേഴ്സൺ എന്താണ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, ബിൽഡിംഗ് ബ്ലോക്സ് ആണ് കാണിക്കുന്നത്. അതായത് ഈ വ്യക്തിയുടേതായിട്ടുള്ള സേഫ്റ്റി ഈ വ്യക്തി മാറ്റി വെക്കുന്നുണ്ട്. മനസ്സിലായി? കാരണം ഞാൻ മാത്രം പ്രൊട്ടക്ട് ചെയ്താൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവും
ആ ഒരു ഉത്കണ്ഠ അത് ഈ പേഴ്സണ് നല്ലോണം ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ആൻഡ് ഓൾസോ ഫോർക്ക് ഇൻ ദ റോഡ് ആണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു ആനിമൽ നിൽക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇവിടെ ഒരു മങ്കി, ഓക്കെ, മങ്കി നിൽക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നമുക്ക് ഇവിടെ ഒരു 3 ആരോസ് കാണിക്കുന്നുണ്ട്. അത് ഓരോ വഴിയിലേക്ക് പോകുന്ന ഡയറക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആനിമൽ കംപ്ലീറ്റ്ലി അത് എന്താണ്, ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. എങ്ങോട്ട് പോകണം, ഏത് റൂട്ടിൽ പോയാലാണ് കറക്റ്റ് ആവുക, വിജയത്തിലെത്താൻ സാധിക്കുക. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. പലപ്പോഴും നിങ്ങൾ പോലും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ പലവരും ഈ പേഴ്സണെ ഉപദേശിക്കാനും അല്ലെങ്കിൽ നല്ല പിള്ള ചമഞ്ഞ് നല്ല രീതിയിലൊക്കെ വന്ന് ഉപദേശിച്ച് ഈ പേഴ്സണെ ആ ഒരു ട്രാക്കിലേക്ക് കൊണ്ടുപോകാനും നിങ്ങളിൽ നിന്നും അകറ്റാനും ഒക്കെ ഇവിടെ ഇപ്പോഴും പലവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് സൂചന. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ഇതിൽ പല കാര്യങ്ങളും ഈ പേഴ്സൺ മറച്ചു പിടിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. ചിലപ്പോൾ നിങ്ങളായിട്ട് നോ കോണ്ടാക്ട് ആയിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സമയം വേണം, ഐ നീഡ് എ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് ഈ പേഴ്സൺ പോയിട്ടുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സിറ്റുവേഷൻസും കൂടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ നേരിട്ട് അറിഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകാം. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻസ്, ഇനിയിപ്പോൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയും കൂടെ ഈ പേഴ്സൺ പോകുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇവിടെ പലവരും സൗഹൃദം നടിച്ചോ അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ സ്നേഹം അല്ലെങ്കിൽ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ ഫാമിലിയിൽ, അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ രീതിയിൽ അവരെന്താണ് ഡയറക്ഷൻ തെറ്റിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതും ഈ പേഴ്സൺ എന്താണ്, പക്ഷേ ഈ ആനിമൽ അങ്ങോട്ടൊന്നും പോകുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകുന്നില്ല, സ്വന്തമായിട്ട് നിന്ന് ചിന്തിക്കുകയാണ്. ബിക്കോസ് വിച്ച് വിൽ ബി ദ റൈറ്റ് ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതും നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ആൻഡ് ഓൾസോ ദ നെക്സ്റ്റ് എനർജി നോക്കുകയാണെങ്കിൽ ചേഞ്ച് ഇൻ ദ വിൻഡ് ആണ്. വളരെ സമാധാനമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കണക്ഷൻ ആയിരുന്നു. വളരെ പെട്ടെന്നാണ് ഇപ്പോ ആയിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ, അതായത് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ അവസ്ഥ എന്താണോ, അത് നോ കോണ്ടാക്ട് ആയിരിക്കാം, പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ടാകാം, അങ്ങനെ പല സിറ്റുവേഷൻസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം വളരെ ഭംഗിയായിട്ടും വളരെ സമാധാനപരമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു, ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. വളരെ പെട്ടെന്നാണ് ആ ഒരു കാറ്റിന്, അതായത് വളരെ ശാന്തമായിട്ട് വീശിക്കൊണ്ടിരുന്ന കാറ്റ് വളരെ പെട്ടെന്ന് തന്നെ ദേഷ്യം പിടിച്ച പോലെ വളരെ ശക്തമായിട്ട് എന്താണ് കാറ്റ് പോകാൻ തുടങ്ങിയിരിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ആ ഒരു സ്ഥിതിഗതിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു കാര്യത്തെക്കുറിച്ചും ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം മര്യാദക്ക് പോയിക്കൊണ്ടിരുന്ന ഞങ്ങൾക്ക്, അതായത് ഈ പേഴ്സണും നിങ്ങൾക്കും ഇതെന്ത് സംഭവിച്ചു, ഈ റിലേഷൻഷിപ്പിൽ പുതിയതായിട്ട് വന്നിരിക്കുന്നവര് ആരൊക്കെയാണ്, ആൻഡ് ഓൾസോ അവരെങ്ങനെ മാറ്റി നിർത്താം, ഈ ഒരു സിറ്റുവേഷൻ ആണ്. ആൻഡ് ഓൾസോ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന മറഞ്ഞു കിടക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പേഴ്സണെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പേഴ്സണെ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി ഏറ്റവും വിശ്വസിക്കുന്നതും എപ്പോഴും പെരുമാറുന്നതും, അതായത് സംസാരിക്കുക എപ്പോഴും ഒരു കണക്ഷൻ ആയിട്ട് നിൽക്കുന്ന ആരൊക്കെയോ ആണ്. അത് മേ ബി ഒരു റിലേറ്റീവ്സിൽ തന്നെയുള്ള ആൾക്കാരാകാനാണ് സാധ്യത. മനസ്സിലായോ? കാരണം അവരുടെ വാക്കും ഈ പേഴ്സണെ കംപ്ലീറ്റ്ലി പലപ്പോഴും ധിക്കരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്താൻ പറ്റുന്നില്ല. ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ആണെങ്കിൽ നമുക്കൊന്ന് മാറ്റി നിർത്താമായിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ കൊളീഗ്സ് ആണ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അത് ചിലപ്പോൾ കണക്കിലെടുക്കണ്ട. പക്ഷെ ഈ പേഴ്സൺ ഇത് എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ അതിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ പറ്റാത്ത ഒരു കണക്ഷനും കൂടി ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് വേണ്ടപ്പെട്ടവർ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ സമാധാനപരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കണക്ഷനിലേക്ക് യാതൊരു തരത്തിലും ഒരു സൂചന പോലും ഇല്ലാതെ, അതായത് ഒരു സൂചന പോലും നിങ്ങൾക്ക് എന്താണ് ഇപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ചെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. മനസ്സിലായോ? അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത്. കാരണം തലേ ദിവസം വരെ സംസാരിച്ച് ഒരുപക്ഷെ നിങ്ങൾ ചാറ്റ് ചെയ്ത് ഫോണിലൊക്കെ അധികം നേരം സംസാരിച്ച് വളരെ ഹാപ്പി ആയിട്ട് ഗുഡ് നൈറ്റും പറഞ്ഞ് വെച്ചു പോയ ആൾക്കാരായിരിക്കാം. പക്ഷെ പിറ്റേ ദിവസം തൊട്ട് എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ അതാ പെട്ടെന്നുള്ളൊരു ഒരു പൊട്ടിത്തെറിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, സ്പിരിറ്റ് ഗൈഡ്സ് എന്താ പറയുന്നതെന്ന് നോക്കാം. ദ മിറിയം ആണ്. സീക്രട്ട് വിഷൻ, ചൂസ് ടു ഫോർഗിവ് ഇൻ ഓർഡർ ടു ഹീൽ, സീ ദ ലൈറ്റ് ഇൻ ഓൾ, റിമെമ്പർ ദാറ്റ് ലവ് ഹാസ് നോ ബൗണ്ടറീസ്. അതെ, ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ ബൗണ്ടറീസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ബൗണ്ടറീസ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. മനസ്സിലായോ? അതായത് ഈ പേഴ്സണെ നിങ്ങളിൽ നിന്നും മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്, ദൂരേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മറ്റു പലവരും ശ്രമിക്കുന്നുണ്ട്. ചിലപ്പോൾ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അവരാഗ്രഹിക്കുന്ന വ്യക്തിയായിട്ട് കണക്ട് ചെയ്യിപ്പിച്ചു കൊടുക്കാനായിരിക്കാം. റിലീജിയൻ ഒരു പ്രശ്നമായിരിക്കാം, വിദ്യാഭ്യാസം, സാമ്പത്തിക സ്ഥിതി, കൺട്രി, ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും വിവിധ രാജ്യങ്ങളിൽ നിന്നായിരിക്കാം.
അല്ലെങ്കിൽ സ്റ്റേറ്റ് വ്യത്യസ്തമായിരിക്കാം, കസ്റ്റംസ് വ്യത്യസ്തമായിരിക്കാം, ലൈഫ് സ്റ്റൈൽ വ്യത്യസ്തമായിരിക്കാം. അപ്പോൾ വിശ്വാസങ്ങൾ വേറെ വേറെ ആയിരിക്കും. അപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു ലിമിറ്റേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത്, സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത്, ഓർക്കുക, പ്രണയത്തിന് യാതൊരു തരത്തിലും അതിരുകളില്ല. മനസ്സിലായി? അപ്പൊ നിങ്ങളിപ്പോ പേടിക്കുന്ന എന്തൊക്കെ ലിമിറ്റേഷൻസ് ആണ്, ബൗണ്ടറീസ് ആണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് യഥാർത്ഥ സ്നേഹത്തിന് അതൊന്നും ഒരു വിഷയമല്ല എന്നാണ് സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത്. Downloads and understanding and truth is being revealed deep insights that coming from heaven and the astral realm. അപ്പോൾ തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നത് ഇവിടെ പല കാര്യങ്ങളും ഇനിയും നിങ്ങൾ തിരിച്ചറിയാനുണ്ട്, മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, ഇവിടെ ശുക്രദശയാണ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എനർജി പറയുകയാണെങ്കിൽ കുറച്ച് കഷ്ടകാലമാണ്, അല്ലെങ്കിൽ കുറച്ച് ഒരു എതിരായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത്. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ശുക്രന്റെ ആ ഒരു എനർജി, ആ ഒരു ശുക്രദശ വളരെ പെട്ടെന്ന് തന്നെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. സത്യം ഇനിയും പുറത്തേക്ക് വരാനുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾക്ക് നീതി കിട്ടുന്നത്. ഓക്കെ, ഈ പേഴ്സന്റെ ഓവറോൾ എനർജി, ഈ പേഴ്സൺ ഇനി എന്തിനു വേണ്ടിയിട്ടാണ് തയ്യാറാവാൻ പോകുന്നത്? സോട്ട് മേക്ക് ദ ചേഞ്ച് ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്കിവിടെ വേണ്ടാത്ത ഒരു കാര്യം കട്ട് ചെയ്ത് കളയാന്ന് പറയും അല്ലേ? ഇപ്പൊ ഒരു ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യുക പറ്റാത്തതാണെങ്കിൽ, റിലേറ്റീവ്സ് ആണെങ്കിൽ അങ്ങനെ എന്ന് പറയുന്നത് പോലെ എന്താ പറയാ, ഇവിടെ ഒരു മുടി മൂർച്ചേറിയ വാളുകൊണ്ട് വെട്ടുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിന്റെ അർത്ഥം മുടി വെട്ടാൻ പോകുന്നു എന്നുള്ളതല്ല, മേക്ക് ദ ചേഞ്ച് ആണ്. അവിടെ ഒരു വ്യത്യാസം വരുത്താനാണ് ഈ പേഴ്സണും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ശ്രമിക്കാൻ പോകുന്നത്. അപ്പൊ ഒരു മാറ്റത്തിന് വിധേയമാകാൻ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട്. അത് നമുക്കില്ല എന്ന് പറയാൻ പറ്റില്ല. അതായത് എങ്ങനെയെങ്കിലും ഒക്കെ ജീവിതം പൊക്കോട്ടെ, അല്ലെങ്കിൽ ഇതൊക്കെയാണ് എൻ്റെ വിധി, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ഒന്നും ഈ പേഴ്സൺ ഇല്ല. ഉറപ്പായിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ തന്നെയാണ് ഈ പേഴ്സണും എന്താണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചധികം ക്ലൂസ് ഇന്ന് വീണിട്ടുണ്ട്, നമുക്ക് നോക്കാം. ജൂൺ കിട്ടിയിട്ടുണ്ട്, ലെറ്റർ എൽ, 4 വർഷം, എൻ 2024 കഴിഞ്ഞ വർഷമാണ് പറയുന്നത്, 2005, ജെമിനായി, ബൈക്ക് റൈഡർ ആയിരിക്കാം, ഫാഷൻ ഡിസൈനിങ് പ്രൊഫഷൻ ആയിരിക്കാം, പൊളിറ്റീഷ്യൻ ആയിരിക്കാം. ഏഞ്ചൽ നമ്പർ 33 കിട്ടിയിട്ടുണ്ട്, നമ്പർ 1, ലെറ്റർ ബി, ഏഞ്ചൽ നമ്പർ 11, സ്കോർപിയോ സോഡിയക് സൈൻ, ഉത്രട്ടാതി, ദെൻ ദ പൈസസ്, യെസ് വാട്ടർ സൈൻ ആണ് കൂടുതലും, ദെൻ എയർ സൈനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.